ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് മേഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കക്കാർച്ചി തോരൻ അഥവാ കക്കാർച്ചി സ്റ്റിർ ഫ്രൈ ആണ്. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ വീഡിയോ കുറേ പേർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ നമുക്ക് കക്കാർച്ചി തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ 250 ഗ്രാം കക്കയിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. കക്കയിറച്ചി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ വെള്ളം ഒഴിച്ച് പല പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയെടുക്കണം. കക്കയിറച്ചിയിൽ ധാരാളം മണ്ണും ചെറിയ കക്കയെല്ലാം കാണും. അത് നല്ലപോലെ കഴുകിക്കളയാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ കക്കയിറച്ചിയുടെ ഉള്ളിലെ അഴുക്കെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകി വെച്ച കക്കയിറച്ചിയാണിത്. ഇനി വേണ്ടത് ചെറിയ ഉള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, കടുക്, മുളക് പൊടി, കുരുമുളക് പൊടി, തേങ്ങാപ്പീര, ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് എണ്ണ. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്കയിറച്ചി നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പുപൊടി കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം വളരെ കുറച്ച് ചേർത്താൽ മതി, കാരണം ഈ കക്കയിറച്ചി തന്നെ നല്ല വെള്ളം ഉണ്ടാവും. ഇനി നമുക്ക് കക്കയിറച്ചി സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ കക്കയിറച്ചി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് മൂടി മാറ്റി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കക്കയിറച്ചി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കക്കയിറച്ചിയുടെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ചെറിയ ഉള്ളിയും ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയി വരുന്നവര് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടിയും ചേർത്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് അതിന്റെ പച്ചമണം മാറുന്നവര് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പൊടിയിലെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീര ചേർത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിങ്ങനെ വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറിയ ചൂടിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കക്കയിറച്ചി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഈ പാകത്തിന് കക്കയിറച്ചി വറുത്തെടുക്കുകയാണെങ്കിൽ 2-3 ദിവസമൊക്കെ പുറത്ത് തന്നെ നമുക്ക് കേടാകാതെ ഇരിക്കും. കൂടുതൽ ദിവസം ഉപയോഗിക്കാനാണ് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഈ കക്കയിറച്ചി തോരൻ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.